ഷീറ്റ്സ് ആർട്ടിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ആർട്ട് വർക്കുമായിട്ടാണ്. മറ്റൊന്നുമല്ല, അതാ ഈ കാണുന്ന വലിയ ചെമ്പരത്തി. ഇത് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം, വളരെ ഈസിയായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള വീഡിയോയാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല എക്സിബിഷനൊക്കെ വയ്ക്കാൻ പറ്റിയ വലിയൊരു പൂവാണ്. ഇതിൻ്റെ ഷീറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് തരം ഷീറ്റാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ചെമ്പരത്തി പൂവിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇതളിനെ പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ന്യൂസ് പേപ്പറിൻ്റെ ഇതളിൻ്റെ ആകൃതിയിൽ, ചെമ്പരത്തി പൂവിൻ്റെ ഇതളിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ കുറച്ച് ഷീറ്റുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 ഇതളോളം ഇങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതളുകൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടി 2 ഷീറ്റാണ് ഒരു ഇതളിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല ബലവും സ്ട്രക്ചറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി അല്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒട്ടിച്ചു കൊടുക്കുന്ന ടേപ്പ് എന്ന് പറയുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ്. ഡബിൾ സൈഡ് സ്റ്റിക്കറല്ല, ഡബിൾ സൈഡ് ടേപ്പാണ്. ഇങ്ങനെ ഒരു ഇതളിൻ്റെ മുകളിലൂടെ മറ്റൊരു ഇതൾ കൂടി വച്ച് കൊടുക്കുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടും ബലമായിട്ടും ഇരിക്കും. പിന്നീട് ഇങ്ങനെ ചെമ്പരത്തി പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വളച്ചെടുക്കും. പിന്നീട് ഇങ്ങനെ 2 ഇതളുടെ ഇടയിലായിട്ട് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഞാനിത് ഇതുപോലെ 5 ഇതൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചെമ്പരത്തി പൂവിൻ്റെ 5 ഇതളാണിത്. 5 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 10 എണ്ണമാണ് എടുത്തത്. എന്നിട്ട് 2 എണ്ണം ഒരുമിച്ച് ചേർത്ത് ജോയിൻ ചെയ്താണ് ഒട്ടിച്ച് വെച്ചാണ് ഇങ്ങനെ 5 ഇതളാക്കിയത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു പൂമ്പൊടി വരുന്ന ഭാഗത്തില്ലേ, അത് ചെയ്യുന്നതിന് വേണ്ടി ഞാനിത് ഇങ്ങനെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സാമാന്യം വളഞ്ഞൊരു കമ്പിയാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കമ്പി വളച്ചും കുത്തൊക്കെ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ വളച്ച് വെച്ചേക്കാണ്. ഇത് നമുക്ക് ഇനി ഇതിൽ കുറച്ച് പേപ്പറൊക്കെ ചുറ്റി ഇതിൻ്റേതായ ഒരു സൈസിലൊക്കെ, ഇതിന് ചേരുന്നൊരു സൈസിലൊക്കെ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് നോക്കാം. ഡബിൾ സൈഡ് ടേപ്പ് ഈ കമ്പിയിലും ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഈ ഷീറ്റ് ഇങ്ങനെ മടക്കി അതിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. ഒട്ടിച്ച ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഏറ്റവും അറ്റത്ത്, പൂമ്പൊടിയുടെയും അറ്റത്തായിട്ട് 5 മുത്ത് പോലുള്ള പൂമ്പൊടി കാണാം. അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കമ്പിയും 5 മുത്തും എടുത്തിട്ടുണ്ട്. അതിനെ കമ്പിയുടെ അറ്റത്ത് വച്ച് കെട്ടിയ ശേഷം പഴയതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം ഇവിടെ പൂമ്പൊടി വെക്കണം. അപ്പോൾ ഈ പൂമ്പൊടിയും ഇതിൻ്റെ കൂടെ ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഡോൾ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം റിബണാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ പൂമ്പൊടിയായി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ചെമ്പരത്തി പൂവിൻ്റെ ഇതെല്ലാം കളറൊക്കെ അടിച്ച്, റെഡ് കളറൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പൈപ്പും നൂലും എല്ലാം എടുത്തിട്ടുണ്ട്. ഞാനിത് ഈ പൂമ്പൊടി സെറ്റ് ചെയ്ത കമ്പി ഈ പൈപ്പിനുള്ളിലേക്ക് ഇറക്കുകയാണ്. അതിനുശേഷം ഈ ടേപ്പ് ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് വയ്ക്കുകയാണ്. അതിന് മുകളിലൂടെ നമ്മൾ ഉപയോഗിച്ച ഷീറ്റിൻ്റെ തന്നെ കുറച്ച് ഭാഗമെടുത്ത് ഇതുപോലെ കട്ടിക്ക് ചുറ്റി വയ്ക്കണം. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇതൾ അല്പം വിസ്താരമായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഇതളുകളെല്ലാം തൊഴിഞ്ഞ് തറയിൽ വീഴുന്നതാണ്. ഇനി ഇങ്ങനെ നമുക്ക് ഓരോ ഇതളുകളായിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ 5 ഇതളും കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ചെമ്പരത്തി പൂവിൻ്റെ അടിഭാഗത്തായി കപ്പ് പോലൊരു ഭാഗം വരുന്നുണ്ട്. അവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിക്കുന്ന, നമ്മൾ വേസ്റ്റായി വലിച്ചെറിയുന്ന ആ കപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്.
ഈ കപ്പിൻ്റെ അടിഭാഗത്തായി ഇതാ ഇങ്ങനെ ഒരു ചെറിയ ഹോൾ ഇട്ട ശേഷം ഈ പൈപ്പിലൂടെ അതിനുള്ളിലേക്ക് കയറ്റി വയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിയും. അതിനുശേഷം ഇതാ ഇങ്ങനെ ഒരു ഷീറ്റ് വീണ്ടും എടുത്ത് ചെമ്പരത്തി പൂവിൻ്റെ ആ പച്ച ഭാഗത്ത് ഉള്ളതുപോലെ അല്ലികൾ തയ്യാറാക്കി കൊടുക്കുക. വെട്ടിയെടുത്ത ശേഷം ഇതുപോലെ പച്ച പെയിൻ്റ് അടിച്ച് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇവിടെയും അത് സ്ട്രോങ് ആയി ഒട്ടിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ ആ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആ പൈപ്പിലും പച്ച പെയിൻ്റ് അടിച്ച ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. ചുവപ്പായാലും പച്ചയായാലും കളറുകൾ എവിടെയെങ്കിലും ഫില്ലാവാതെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി ഇങ്ങനെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയുമായി വീണ്ടും